السلام عليكم. Welcome to Jacin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. اليوم نبدأ باقي في فصل الماضي من درس الأولى أغاني الرواد. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അഗാനി അർവാത്ത് എന്നൊരു കവിതയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമായ മളുമൂൻ ഷിയറാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഈ കവിതയുടെ ഉള്ളടക്കമാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇതിലെ ഉള്ളടക്കം ഓരോ വരിയുടെയും ഗദ്യഭാഗം എന്നൊക്കെ പറയാം അല്ലേ. ഈ ഓരോ വരിയുടെയും അർത്ഥമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ജാ അസ്സുബ്ഹു വന്തശറല്ലൗഹു വകഅന്നഹു യുഗന്നി വയൂഖിലുൽ ഹയാത്തൻ നായിമ. ജാ അസ്സുബ്ഹു, പ്രഭാതം വന്നു. വന്തശറ, വ്യാപിച്ചു. അല്ലാഹു, പ്രകാശം പരന്നു. വകഅന്നഹു, അത് ആയതുപോലെയുണ്ട്. എന്ത്? യുഗന്നി, അത് പാട്ട് പാടുകയാണ്. വയൂഖിലുൽ ഹയാത്തൻ നായിമ, ഉറങ്ങുന്ന ജീവിതങ്ങളെ. യൂഖിൽ എന്ന് പറഞ്ഞാൽ ഉണർത്തിക്കൊണ്ട് അല്ലേ. യൂഖിലുൽ ഹയാത്തൻ നായിമ, ഉറങ്ങുന്ന ജീവിതങ്ങളെയൊക്കെ ഉണർത്തിക്കൊണ്ട് പ്രഭാതം പാട്ടു പാടിക്കൊണ്ട് വരികയാണ്. അത് ഒന്നാമത്തെ വരിയുടെ മീനിങ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കാം. കാനത്തിത്തിലാലു ഹാദിഅതൻ കഅന്നഹാ തഹ്ലുമു തഹ്ത ളില്ലിൽ അഗ്സാനിൽ മുതമായില. കാനത്തിത്തിലാലു, തെല്ലും ജമ്മ് തിലാലു അല്ലേ. കാനത്തിത്തിലാലു, അറുബ എന്ന് പറഞ്ഞു അല്ലേ. അറുബ തഹ്ലൂമു എന്ന് പറഞ്ഞ് കൊണ്ട് വന്ന ആ ലൈനിന്റെ മീനിങ് ആണ് കാനത്തിത്തിലാലു, കുന്നുകളായിരുന്നു. ഹാദി അത്തൻ, നിശബ്ദമായിട്ട് ഉറങ്ങുകയാണ്. ഹാദി അത്തൻ എന്ന് പറഞ്ഞാൽ നിശബ്ദമായ. ക അന്നഹ, അതായതുപോലെയുണ്ട്. എങ്ങനെ? തഹ്ലുമു, അവ സ്വപ്നം കണ്ടുറങ്ങുകയാണ്. തഹ്ലുമു തഹ്ത ളില്ലിൽ അഗ്സാനിൽ മുതമായില, ചാഞ്ഞു കിടക്കുന്ന കൊമ്പുകളുടെ തണലില് സ്വപ്നം കണ്ടുറങ്ങുന്ന കുന്നുകൾ സ്വപ്നം കണ്ടുറങ്ങുകയാണ്. അവയൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ട് പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം വന്നു എന്നാണ് അല്ലേ. ഇനി മൂന്നാമത്തെ നോക്കാം. നസീം സുബാഹി യഹുസു ഔറാഖ സുഹൂരിൽ യാബിസ ഫതതഹറകു കഅന്നഹാ തർഖുസു. നസീം സുബാഹി, പ്രഭാതത്തിലെ ഇളം കാറ്റ്. നസീം എന്ന് പറഞ്ഞാൽ ഇളം തെന്നൽ അല്ലേ. പ്രഭാതത്തിലെ കാറ്റുകൾ. യഹുസു, അത് ഇളക്കുന്നു. ഔറാഖ സുഹൂരിൽ യാബിസ, ഔറാഖ് വറക്കും ജമ്മ ഔറാഖുൻ, ഇലകൾ. സുഹൂർ സഹ്റത്തുൻ ജമ്മ സുഹൂർ അല്ലേ. പൂക്കളുടെ ഇലകളെ അത് ഇളക്കുന്നു. അൽ യാബിസ, യാബിസ പറഞ്ഞാൽ ഉണങ്ങിയ, ഒറ്റി വരണ്ട വരണ്ട് കിടക്കുന്ന പൂക്കളുടെ ഇലകളെ അത് ഇളക്കുന്നു. ഫതതഹറകു കഅന്നഹാ തർഖുസു. ഫതതഹറകു, അപ്പോൾ അത് ചലിക്കുന്നു. കഅന്നഹാ തർഖുസു, നൃത്തം ചെയ്യുന്നത് പോലെ. പ്രഭാതത്തിലെ ഇളം തെന്നൽ വീശുമ്പോൾ വരണ്ട് കിടക്കുന്ന പൂക്കളുടെ ഇലകളെ അത് ഇളകിയാടുന്നു അല്ലേ. അഥവാ നൃത്തം ചെയ്യുന്നത് പോലെ ചലിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അഷിഅത്തു ശംസി തന്തശിറു വയൽഹറു നൂറു ഫി അർജായിൽ മുദ്ലിമ. അഷിഅത്തു ശംസി, സൂര്യന്റെ കിരണം. തന്തശിറു, അത് പരക്കുന്നു, വ്യാപിക്കുന്നു. വയൽഹറു നൂറു, അത് പ്രകാശം പ്രകടമാകുന്നു. ഫി അർജായിൽ മുദ്ലിമ, ഇരുട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രകാശം വെളിവാകുന്നു അല്ലേ. ഇനി അടുത്ത് നോക്കാം. യഅതി സ്വബാഹു ബിബഹാഇഹി വജമാലിഹി. യഅതി സ്വബാഹു, പ്രഭാതം വന്നു. ബിബഹാഇഹി, അതിൻ്റെ പ്രഭയാലോ. വജമാലിഹി, അതിൻ്റെ പ്രഭയാലോ എന്ന് വെച്ചാൽ ബഹാവും ജമാലും ഒരേ മീനിങ് തന്നെ കേട്ടോ. നല്ല അതിൻ്റെ ആ ഭംഗിയോടെ പ്രഭാതം വരുന്നു. വയുസൈനു, അത് ഭംഗി കൂട്ടുന്നു. അൽക്കൗന, പ്രപഞ്ചത്തെ അത് ഭംഗിയാക്കുന്നു. ബിൽ ജമാലി, അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ ആ സൗന്ദര്യത്തിൽ അല്ലേ, അതിൻ്റെ ആ പ്രഭയിൽ ആ പ്രപഞ്ചം ഭംഗിയാക്കുന്നു. മാ ശുറൂഖി ശംസി തഫത്തഹത്തിൽ അസ്ഹാറു വഗററത്തി തുയൂറു വതറാഖസത്തിൽ അംവാജു. മാ ശുറൂഖി ശംസി, സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം. മാ ശുറൂഖി ശംസ്, ശുറൂഖി ശംസ് പറഞ്ഞാൽ സൂര്യോദയം അല്ലേ. സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം. തഫത്തഹത്തിൽ അസ്ഹാറു, പൂക്കൾ വിരിയുന്നു. തഫത്തഹ പറഞ്ഞാൽ വിരിയുന്നു. വഗററത്തി തുയൂർ, പക്ഷികൾ ചിലക്കുന്നു. ഗററ പാട്ടുപാടുക. ഒറദത്ത് തുയൂർ, പക്ഷികൾ ചിലക്കുന്നു. തറാഖസത്തിൽ അംവാജു,
തറാഖസ നൃത്തം ചെയ്യുന്നു. അല്ല വാജു തിരമാലകൾ നൃത്തം ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കൂ. യഖൂലു الشاعر إن العالم كله استيقظ ويغني أغاني الحياة الجديدة. യഖൂലു الشاعر കവി പറയാണ്, ഇന്നൽ ആലമ കുല്ലുഹു ഈ ലോകത്തിലുള്ള എല്ലാം ഇസ്തൈഖള അവർ ഉണരുന്നു, വയുഗന്നി അവർ പാട്ടുപാടുന്നു, അഗാനിയൽ ഹയാത്തിൽ ജദീദ പുതിയൊരു ജീവിതത്തിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാം ഉണരുന്നത് എന്നാണ് കവി പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത് നോക്കൂ. യത്ലബുറായി മിൻ ഗനമിഹി അൻ തസ്തൈഖിള വതഖ്റുജ ഇലൽ മറായി. യത്ലബുറായി ആട്ടിടയനില്ലേ, ഇടയൻ, അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. യത്ലുബു പറഞ്ഞാൽ ആവശ്യപ്പെടുകയാണ്. റായി മിൻ ഗനമിഹി അവന്റെ ആടുകളോട് ആവശ്യപ്പെടുകയാണ്. അൻ തസ്തൈഖിള ഉണരാൻ, വതഖ്റുജ ഇലൽ മറായി മേച്ചിൽ പുറങ്ങളിലേക്ക് പുറപ്പെടാൻ. തഖ്റുജ ഇലൽ മറായി ഈ ആടുകൾ പുല്ലുകളൊക്കെ തിന്നുന്ന സ്ഥലല്ലേ മേച്ചിൽ പുറങ്ങൾ, അവിടേക്ക് പോകാൻ, അവിടേക്ക് പുറപ്പെടാൻ അദ്ദേഹത്തിന്റെ ആടുകളോട് ആവശ്യപ്പെടുകയാണ്. താലൈ മായി യാ ഷിയാഹി നസ്തംതിഉ ബിത്തൊബിയതി മാ അസ്റാബിത്തുയൂരി. താലൈ നിങ്ങൾ മുന്നോട്ട് വരൂ, മായി എന്നോടൊപ്പം വരൂ, യാ ഷിയാഹി എൻ്റെ ആടുകളെ നിങ്ങൾ എന്നോടൊപ്പം വരൂ, നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. നസ്തംതിഉ പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാം. ബിത്തൊബിയതി ഈ പ്രകൃതി, ഈ പ്രകൃതിയെ കൊണ്ട്, മാ അസ്റാബിത്തുയൂരി പക്ഷിക്കൂട്ടങ്ങളോടൊപ്പം നമുക്കും ആസ്വദിക്കാം. നിങ്ങൾ എന്നോടൊപ്പം വരൂ എന്ന് പറയാണ് ആടുകളെ വിളിച്ചുകൊണ്ട്. ഇനി അടുത്ത് നോക്കൂ. യദുറായി ഗനമഹു ലിഇഹ്യാഇൽ വാദി ബിഅസ്വാതിഹാ ഫതംതലിഉൽ വാദി ഫറഹൻ വനശാതൻ. യദുറായി ആ ഇടയനെ വിളിക്കുകയാണ്, ഗനമഹു അവന്റെ ആടുകളെ വിളിക്കുകയാണ്, ലിഇഹ്യാഇൽ വാദി ഇഹ്യാ പറഞ്ഞാൽ ജീവസുറ്റതാക്കാൻ, ലിഇഹ്യാഇൽ വാദി ആ താഴ്വാരം ജീവസുറ്റതാക്കാൻ, ബി അസ്വാതിഹ അതിൻ്റെ ശബ്ദത്തോടൊപ്പം, സൗണ്ട് ഏതിൻ്റെ നമ്മൾ ആടുകളുടെ ശബ്ദത്തോടൊപ്പം ആ താഴ്വാരം ജീവസുറ്റതാക്കാൻ അദ്ദേഹം വിളിക്കുകയാണ്. ഫതംതലിഉൽ വാദി ഫറഹൻ വനശാതൻ. ഫതംതലിഉ എന്നിട്ട് നിറക്കാം, അൽ വാദി ആ മലഞ്ചെരുവ്, ആ താഴ്വാരത്തിൽ നന്നായിട്ട് നിറക്കാം. ഫറഹൻ വനശാതൻ, ഫറഹൻ സന്തോഷം, വനശാതൻ എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷം, നല്ല ഉന്മേഷവും സന്തോഷവും ഒക്കെ ആ താഴ്വാരത്തിൽ നിറക്കാം എന്നാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയാണ്. യാ ഷിയാഹ് നസ്തംതിഉ ബിസ്സൗതി സ്സവാഖി വനശും ഐതറൽ അസ്ഹാർ. എന്നിട്ട് അദ്ദേഹം വിളിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആടുകളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഷിയാഹ് യാ ആടുകളെ, നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം, ബിസ്സൗതി സ്സവാഖി സവാഖി പറഞ്ഞാൽ എന്താ ജലചക്രത്തിന്റെ സൗണ്ട്. ജലചക്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ വെള്ളം തേവാനൊക്കെ ഉപയോഗിക്കുന്ന പഴയ കാലത്ത് ഇങ്ങനെ ഒരു ചക്രം മോഡൽ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി തിരിക്കുന്ന സംഭവമില്ലേ, അതിനൊക്കെ സവാക്ക് എന്നാണ് കേട്ടോ പറയാ, കൃഷിയിടങ്ങളെയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാ ഷിയാഹ് യാ ആടുകളെ, നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം, ബിസൗതി സ്സവാഖി ജലചക്രത്തിന്റെ ആ ശബ്ദം കൊണ്ടും, വനശുമ്മു നമുക്ക് വാസനിക്കാം, സ്മെല്ല് ചെയ്യാം, ഐതറൽ അസ്ഹാറി പൂക്കളുടെ സുഗന്ധം നമുക്ക് വാസനിക്കാം എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് നൻളുറു വനതമത്തഉ ബിജമാലിൽ വാദി വഖദ് ഗശ്ശാഹു സബാഹുൽ ഖഫീഫ് സഹാബുൽ ഖഫീഫ്. നൻളുറു നമുക്ക് നോക്കാം, വനതമത്തഉ എന്നിട്ട് നമുക്ക് ആസ്വദിക്കാം, ബിൽ ജമാലിൽ വാദി ഈ താഴ്വാരത്തെ ഭംഗി കൊണ്ടു, വഖദ് ഗശ്ശാ അത് മൂടിയിരിക്കുന്നു, ആ താഴ്വാരാകെ മൂടിയിരിക്കുന്നു, അസ്സഹാബ് അൽ ഖഫീഫ നേരിയ മേഘങ്ങൾ മൂടിയിരിക്കുന്നു, അത് നമുക്ക് ആസ്വദിക്കാം, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെയാണ് കവി പറയുന്നത്. അപ്പൊ ഈ മദ്മൂൻ ഷേർ വായിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ കവിത എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ഈ കവിതയിൽ നിന്ന് മനസ്സിലായത്? അഗാനി അർവാസ് എന്ന കവിതയിലൂടെ നമ്മുടെ അബുൽ ഖാസിം ഷാബി എന്ന കവി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രഭാതം വരുമ്പോൾ
പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെയാണ് അല്ലെ അദ്ദേഹം പറയുന്നത്. ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മനോഹാരിതയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോ ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കാം. നുറാജുൽ മൻലൂമ വനുജീബു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൈഫ അഖ്ബല സുബ്ഹു. എങ്ങനെയാണ് പ്രഭാതം വരല്? എങ്ങനെയാണ്? നമ്മൾ ഒന്നാമത്തെ ലൈനിൽ പറഞ്ഞു, പാട്ട് പാടിക്കൊണ്ട് പ്രഭാതം വന്നു എന്നാണല്ലേ പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? അഖ്ബല സുബ്ഹു യുഗന്നി എന്ന് ആൻസർ എഴുതാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇസ്തിഫാമിന്റെ അദാത്തിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എടുത്തെഴുതണം കേട്ടോ, എന്നാലാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? അഖ്ബല സുബ്ഹു യുഗന്നി, പാട്ട് പാടിക്കൊണ്ട് പ്രഭാതം വന്നു. രണ്ടാമത്തെ നോക്കൂ. മൻ തഹ്ലുമു തഹ്തൽ അഗ്സാനി. ആരാണ് മരച്ചില്ലകൾക്ക് താഴെ സ്വപ്നം കണ്ടുറങ്ങുന്നത്? ആരാണ്? മൻ തഹ്ലും, ആരാണ് സ്വപ്നം കാണുന്നത്? തഹ്തൽ അഗ്സാനി, മരച്ചില്ലകൾക്ക് താഴെ. ആരാണ്? അറൂബ തഹ്ലുമു എന്ന് പറയുന്നുണ്ട് അല്ലേ രണ്ടാമത്തെ ലൈനിൽ. അപ്പോ അറൂബ അതിന്റെ ഒരു വേർഡ് മീനിങ് മറ്റേ പറഞ്ഞത് എന്തായിരുന്നു? അത്തിലാലുൻ അല്ലെ, തെല്ലും ജമ്മ് അത്തിലാലുൻ. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അല്ല അത്തിലാലു തഹ്ലുമു തഹ്തൽ അഗ്സാനി എന്ന് ആൻസർ എഴുതാം. കുന്നുകൾ മരച്ചില്ലകൾക്ക് താഴെ സ്വപ്നം കണ്ടു കിടക്കുന്നു. അല്ല അത്തിലാലു തഹ്ലുമു തഹ്തൽ അഗ്സാനി. ഇനി മൂന്നാമത് നോക്കാം. കൈഫ തുറ ഔറാഖു സുഹൂരി. കൈഫ എങ്ങനെയാണ്? തുറ ഔറാഖു സുഹൂരി, പൂക്കളുടെ ഇലകളെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? അത് നൃത്തം ചെയ്യുന്നത് പോലെ അല്ലേ. അത് കാറ്റ് വീശിയടിക്കുമ്പോൾ അത് ഇലകൾ ഇളകിയാടുന്നുണ്ട്, നൃത്തം ചെയ്യുന്നത് പോലെ ഇളകി ആടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? തുറ ഔറാഖു സുഹൂരി കഅന്നഹാ തർഖുസു എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കൂ. ഐന യൻഷുറു സുബ്ഹു നൂറഹു. ഐന എങ്ങനെ, എവിടെയാണ്? യൻഷുറു സുബ്ഹു പ്രഭാതം പരത്തൽ, നൂറഹു അതിന്റെ പ്രകാശം. പ്രഭാതം എങ്ങനെയാണ്, എവിടെയാണ് പരത്തല്? ഇവിടെ അൽഫജ് അല്ലെ, എന്താണ് അങ്ങനെ ഒരു ഇത് പറയുന്നില്ലേ? തിൽക്കൽ ഫിജാജിദ്ദാമിസ എന്ന് അല്ലെ, തഹാദന്നൂറു ഫി തിൽക്കൽ ഫിജാജിദ്ദാമിസ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ആൻസർ എങ്ങനെ എഴുതാം? യൻഷുറു സുബ്ഹു നൂറഹു ഫിൽ ഫിജാജിൽ മുസ്ലിമ അല്ലെ, ഇരുട്ടുള്ള ഫിജാജും. ഫിജാജ് എന്തായാലും മീനിങ്? രണ്ട് മലകൾക്കിടയിലുള്ള വഴിയെയാണ് ത്വരീഖുൻ ബൈന ജബലൈനി അല്ലേ എന്നല്ലേ പറഞ്ഞ. രണ്ട് മലകൾക്കിടയിലുള്ള ആ വഴി, താഴ്വാരം, അതിനെയാണല്ലേ പറയാ. അപ്പോ എങ്ങനെ ആൻസർ ചെയ്താം? യൻഷുറു സുബ്ഹു നൂറഹു ഫിൽ ഫിജാജിൽ മുസ്ലിമ എന്ന് ആൻസർ ചെയ്താം. ഇനി അടുത്ത് നോക്കൂ. മൻ യതഗന്ന ബി അൻഷൂദത്തിൽ ഹയാത്തി. ആരാണ് ജീവിതത്തിന്റെ ആ പാട്ട് പാടുന്നത്? ആരാണ്? ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് അസുബുഹു അല്ലെ, പ്രഭാതമാണ് ജീവിതത്തിന്റെ ആ പാട്ട് പാടുന്നത്. തഗന്ന ബി അൻഷൂദത്തിൽ ഹയാത്തു അസുബുഹു അല്ലെ, അസുബുഹു അങ്ങനെ ആൻസർ ചെയ്ത. അസുബുഹു യതഗന്ന ബി അൻഷൂദത്തിൽ ഹയാത്തി. ഇനി അടുത്ത് നോക്കൂ. മൻ യുനാദിഹി ഷായിറു. കവി ആരെയാണ് വിളിക്കുന്നത്? ഖിറാഫഹു അല്ലെ, യുനാദിഹി ഷായിറു കവി വിളിക്കുന്നു. ഖിറാഫഹു അവന്റെ ആടുകളെയാണ് വിളിക്കുന്നത്. അതുപോലെ ഗനമ്, പിന്നെ ഷിയാഹ് എന്നൊക്കെ പറയാം അല്ലെ, അവന്റെ ആ ഇടയന്റെ ആടുകളെയാണ് വിളിക്കുന്നത് ഖിറാഫ്. ഇനി അപ്പൊ യുനാദിഹി അഷായിർ ഖിറാഫഹു എന്ന് ആൻസർ ചെയ്താം. ഇനി അടുത്ത് നോക്കും. മാതായത്തിലു ഷായിറു ഫിൽ മിൻ ഷിയാഹി. എന്താണ് കവി ആവശ്യപ്പെടുന്നത്? മിൻ ഷിയാഹി, ആ ആടുകളോടൊക്കെ എന്താണ് ആവശ്യപ്പെടുന്നത്? യത്ലുബു ഷായിറു മിൻ ഷിയാഹി അൻ തസ്തൈഖല വതഖ്റുജ ഇലൽ മറായി എന്നേതാ അല്ലേ. അൻ തസ്തൈഖല ഉണരാനാണ് ആവശ്യപ്പെടുന്നത്. വതഖ്റുജ ഇലൽ മറായി മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുറപ്പെടാനും. അപ്പോൾ യത്ലുബു ഷായിറു മിൻ ഷിയാഹി അൻ തസ്തൈഖല വതഖ്റുജ ഇലൽ മറായി. ഇനി അടുത്ത് നോക്കൂ. മാതാ തംതലിഉ ഫിൽ വാദി. എന്താണ് ആ താഴ്വാരത്ത് നിറയുന്നത്? യംതലിഉ ഫിൽ വാദി അൽ ഫറഹു വൻ നശാതു. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ നിറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ്, എന്ത് നിറക്കാം എന്ന് പറയുന്നത്? അൽ ഫറഹു വസ്സുറൂർ അല്ലെ,
അപ്പൊ ഇവിടെ ആൻസർ എന്ത് ചെയ്താം? തുംതലിഉ ഫിൽ വാദി അൽ ഫറഹു വൻ നഷാത്ത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നൊയ്തു മുദക്കിറത്തൻ അൻ ജമാലി തൊബിയാത്തി ഫി ഖറിയത്തിന. നൊയ്തു മുദക്കിറ, നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അൻ ജമാലി തൊബിയാത്തി ഫി ഖറിയത്തിന, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ച് നമുക്കൊരു മുദക്കിറ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ഒരു മുദക്കിറ തയ്യാറാക്കാൻ? ഇവിടെ ഞാനൊരു മോഡൽ കാണിക്കാം, അതുപോലെ നിങ്ങളും ഒരു മുദക്കിറ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ. മാ അജ്മല ഖറിയത്തി, എന്ത് ഭംഗിയാണ് എൻ്റെ ഗ്രാമം. ഹാദിഹി സൂറത്ത് ഖറിയത്തി, ഇതാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പിക്ചർ. ഖറിയത്തി, എൻ്റെ ഗ്രാമം. ഗനിയത്തും ബിൽ ഹവാഇ നഖി വൽ മാഇ സ്വാഫി, ഖറിയത്തി എൻ്റെ ഗ്രാമം. ഗനിയത്ത്, നല്ല സമ്പന്നമാണ്. ബിൽ ഹവാഇ നഖി, ശുദ്ധവായുവിനാൽ സമ്പന്നമാണ്. വൽ മാഇ സ്വാഫി, തെളിഞ്ഞ വെള്ളത്തിനാലും. ഫീഹ, അവിടെയുണ്ട്. ഹഖൂലുൻ ഖളറാഉൻ, ഹഖൂലുൽ ഖളറാ പറഞ്ഞാൽ പച്ച വയലുകളുണ്ട്, പാടങ്ങൾ, അതിനൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പച്ച വയലുകളുണ്ട്. തജ്രി ബിഹ അൽ ജദാവിലു വൽ ഖനാത്തി, തജ്രി ബിഹ, അവിടെ ഒഴുകുന്നുണ്ട്. അൽ ജദാവിലു, അരുവികളും. അൽ ഖനാത്തി, കനാലുകളും. തർക്കുസു ഔറാഖ സുഹൂരി ഫിസ്വബ, പ്രഭാതത്തിലെ ഇളം കാറ്റ് വീശുമ്പോൾ പൂക്കളുടെ ഇലകൾ നൃത്തം ചെയ്യുന്നു. നമ്മുടെ കവിതയിൽ നിന്ന് തന്നെ അതുപോലെയുള്ളതൊക്കെ എടുത്തേതാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിസ്വബാഹി, പ്രഭാതത്തിലെ. യദ്ഹബുൽ ഫല്ലാഹൂന, കൃഷിക്കാരെ പോകുന്നു. ഇലൽ മസാരി, കൃഷിസ്ഥലത്തേക്ക്. ബിൽ അൻആമി, കന്നുകാലികളെ കൊണ്ട് കൃഷിക്കാർ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു. തഖ്റുജു ഷിയാഹു ഇലൽ മർഅ, ആടുകൾ അവരുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുറപ്പെടുന്നു. എസ്തയഖുലുന്നാസു, ജനങ്ങൾ ഉണരുന്നു. ബിസിയാഹിദ്ദീഖി, കോഴി കൂവുന്ന സൗണ്ട് കേട്ടാൽ ജനങ്ങൾ ഉണരും. തഗ്രീദുൽ അസാഫീർ, അതുപോലെ തന്നെ കുരുവികളുടെ പാട്ടുകളും. കുരുവികളുടെ ചിലക്കലും കോഴിയുടെ കൂവലൊക്കെ കേട്ട് ജനങ്ങൾ എണീക്കുന്നു. യഖ്റജൂന ഇലൽ ആമലി, അവർ ജോലിക്ക് വേണ്ടി പുറപ്പെടുന്നു. ബി ജിദ്ദിൻ വ നശാത്തിൻ, നല്ല ഉന്മേഷത്തോടെ അവർ പുറപ്പെടുന്നു. ഖറിയത്തി ജമീലത്തുൻ ജിദ്ദൻ, എൻ്റെ ഗ്രാമം വളരെയധികം മനോഹരമായ ഗ്രാമമാണ് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മുദക്കിറ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. നുറാജുൽ മൻലൂമ വനഖ്താറു സത്രൻ യദുല്ലു അല. നുറാജുൽ മൻലൂമ, നമുക്ക് കവിത ഒന്നുകൂടി നോക്കാം. വനഖ്താറു, എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. സത്രൻ യദുല്ലു അല, അത് അറിയിക്കുന്ന വരി നമുക്ക് കണ്ടെത്തിയതാം. അപ്പോൾ താഴെ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, അതിനോട് മാച്ചാവുന്ന കവിതയിൽ നിന്നുള്ള വരി കണ്ടെത്തിയതാം. ഇങ്ങനെയൊക്കെ ആയിരിക്കട്ടെ, എന്തായാലും എക്സാമിന് വരുന്ന ഒരു മോഡലാണിത്. അപ്പോൾ പോയിന്റുകൾ നോക്കാം. ബിദായത്ത് യോമിൻ ജദീദിൻ, ഒരു പുതിയൊരു ദിവസത്തിന്റെ ആരംഭം. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പുതിയൊരു ദിവസം ആരംഭിക്കുക? നമ്മുടെ കവിതയിലെ ഒന്നാമത്തെ വരിയിൽ തന്നെ അങ്ങനെയാണല്ലേ. അഖ്ബല സുബ്ഹു യുഗന്നി ലിൽ ഹയാത്തിൻ നായിസ, ഉറങ്ങുന്ന ജീവിതങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ട് പ്രഭാതം വന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ഒന്നാമത്തെ ഇതിനോട് യോജിച്ച വരിയാണ്. ഇനി അടുത്ത് നോക്കൂ. റിയാഹു സ്വബാഹ്, പ്രഭാതത്തിലെ കാറ്റ്, അത് പറയുന്നത് ഏതാ? അസ്വബ തുർഖീസു ഔറാഖു സുഹൂരിൽ യാബിസ, അതല്ലേ. അസ്വബ, ഇളം കാറ്റ് അല്ലേ. പ്രഭാതത്തിൽ വീശുന്ന കാറ്റിനെയാണ് സ്വബ എന്നിവിടെ പറഞ്ഞത്. അപ്പൊ ആ മൂന്നാമത്തെ വരി ഇവിടെ എടുത്തേതാം. ഇനി അടുത്ത് നോക്കൂ. ഇന്തിഷാറുന്നൂറു, പ്രകാശം പരക്കുന്നു. അത് നമ്മുടെ നാലാമത്തെ വരി നോക്കൂ. എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അവിടെ മനസ്സിലാക്കുക. തഹാദന്നൂർ പറഞ്ഞാല് പ്രകാശം പരക്കുന്നു അല്ലെ. പിന്നെ അടുത്ത് നോക്കൂ. തഗ്രീദ് തുയൂർ, പക്ഷികളുടെ ചില പാട്ടുപാടല്. പക്ഷികൾ പാട്ടുപാടുക, ചിലക്ക എന്നൊക്കെ പറയും അല്ലെ. തഗ്രീദ് തുയൂർ, അപ്പൊ അതിനോട് മേച്ചായത് ഏതാണ്? ഫാത്തമത്ത് സഹ്റു വത്വൈറു വഅമ്മാജുൽ മിയാഹ്, അതായിരിക്കും അല്ലെ. അപ്പൊ അത് അവിടെ എടുത്തേതാം. പിന്നെ അടുത്ത് നോക്കൂ. സൗത്ത് ഷിയാഹ്, ആടുകളുടെ ശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതാണ്? സുഹാൻ എന്നല്ലേ ആടിന്റെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ വംല ഇൽ വാദി സുഹാൻ വ മിറാഹൻ വ ഹബൂർ, അതേതാ. പിന്നെ അടുത്ത് നോക്കൂ. റായിഹത്ത് സുഹൂർ, പൂക്കളുടെ സുഗന്ധം എന്ന് പറയുന്നുണ്ട്. പൂക്കളുടെ സുഗന്ധത്തെ കുറിച്ച് പറയുന്ന വരി ഏതാണ്? എൽത്തറസുഹൂർ എന്ന് പറയുന്നുണ്ട് അല്ലെ, പൂക്കളുടെ സുഗന്ധം.
അപ്പോൾ ആ വരി വസ്മഇ ഹംസ സവാഖി വൻഷഖ സുഹൂർ എന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമിനൊക്കെ കാണാവുന്ന ക്വസ്റ്റ്യനിലെ മോഡലാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും കമൻസുകൾ പറയാനുണ്ടെങ്കിൽ കമൻസിൽ വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗവുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.